സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് എന്നും വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിപണി തകർക്കുകയാണ്. അനുവദനീയമായതിൻ്റെയും 1200 ഇരട്ടി മെർക്കുറിയാണ് വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളതായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ കണ്ടെത്തൽ. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ഹാംഫുൾ ടോക്സിൻ തന്നെയാണ്. എസ്പെഷ്യലി അത് കൂടുതലും അംശം ഉണ്ടെങ്കിൽ, ബോഡിയിൽ കൂടുതലും അംശം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഹാംഫുൾ സബ്സ്റ്റൻസ്. അത് കൂടുതലും നമ്മുടെ നെർവസ് സിസ്റ്റം ഇനെയാണ് ബാധിക്കുന്നത്. ഓൾസോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റത്തിനെ ബാധിക്കാറുണ്ട്. ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ 3ാം ഘട്ടം വീണ്ടും ആരംഭിക്കുകയാണ്. വാട്ട് വി ക്യാൻ ഡു, കുറച്ചും കൂടെ അവെയർ ആവാനായിട്ട് നമുക്ക് നമ്മൾ എവിടെയാണ് നമ്മൾ പ്രോഡക്ട്സ് മേടിക്കുന്നത്. കുറേ ആൾക്കാർ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നത് ദാൻ ഗോയിങ് ടു എ ഷോപ്പ്. അത് അവർ ഓഫേഴ്സിലായിരിക്കും മേടിക്കുന്നത്. പക്ഷേ അത് എപ്പോഴും അത് ഒറിജിനൽ പ്രോഡക്ട്സ് ആവണം എന്നില്ല. ചിലപ്പോൾ അത് ഫേക്ക് പ്രോഡക്ട്സ് ആയിരിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ആയിരിക്കാം. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ പ്രോഡക്റ്റ്, അതിൻ്റെ ലേബിളിംഗ് നോക്കുക. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മാത്രമല്ല ഡ്രഗ്സ് കൺട്രോളിന്റെ പരിശോധനയിൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നടക്കം സ്റ്റീറോയിഡുകൾ ജിമ്മിൽ നിന്ന് പിടികൂടി. ഡോക്ടറുടെ കുറിപ്പടിപ്രകാരം മാത്രം കഴിക്കേണ്ടവയാണ് പലതും. അംഗീകൃത ഫാർമസികൾക്ക് മാത്രം വിൽക്കാൻ അധികാരമുള്ള ഇവയുടെ ദുരുപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ഗുരുതര രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് അത്തരത്തിലുള്ള മരുന്നുകൾ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഇത്തരത്തിലുള്ള മരുന്നുകൾ അനധികൃതമായിട്ട് നൽകുന്ന ഇടങ്ങളിൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും നൽകാൻ പാടില്ല എന്നിടത്ത് അത് നൽകുന്നിടത്ത് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സ്ഥാപനം അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സത്യത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. പലതിലും മെർക്കുറിയുടെ അളവ് അനുവദനീയമായതിനും അപ്പുറമാണ്. ഓപ്പറേഷൻ സൗന്ദര്യമായി ഗവൺമെന്റ് മുൻപോട്ട് പോകുമ്പോൾ സ്വയം കരുതലും പ്രധാനമാണ്. ക്യാമറമാൻ MS സുഹിത്തിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ പറഞ്ഞ ആ കാര്യം തന്നെയാണ്, സ്വയം കരുതൽ വേണമെന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും, സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിലും, ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിലും അവരുപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ ആണെങ്കിലും, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഡോക്ടർ സൂചിപ്പിച്ച ഒരു കാര്യം, ഓഫറിൽ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വാങ്ങാൻ നമുക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നും. അപ്പോഴും നമ്മൾ ഇതിലെ ലേബൽ ചെക്ക് ചെയ്യാറില്ല. ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണോ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല എന്നത് ഒരു വാസ്തവമാണ്. ഈ മെർക്കുറി ഇതിൽ അനുവദനീയമായ അളവിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയോ ഗുരുതരമാണ്, അല്ലേ ഗോകുൽ? സന്ധ്യ, തീർച്ചയായും. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മേക്കപ്പ് ഇടുന്നവരും ജിമ്മന്മാരും സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാത്ത ആളുകളില്ല. മലയാളി ഒരു പക്ഷേ പൗഡറെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നവരായിരിക്കാം. അതിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നുള്ളതല്ല, മറിച്ച് കുറേ വർഷങ്ങളായി ഈ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ, എന്തായാലും ഇത് കെമിക്കൽ തന്നെയാണ്, പല പ്രോഡക്റ്റുകളും കെമിക്കലിൻ്റെ സങ്കരങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഇത്രത്തോളം എന്നുള്ള കണക്കിൽ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ആ നിഷ്കർഷിക്കുന്ന കണക്കിനപ്പുറത്തേക്കുള്ള തരത്തിൽ ഇത്തരത്തിൽ മെർക്കുറിയോ കാര്യങ്ങളോ ഒക്കെ അടങ്ങുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ 12,000 എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു പക്ഷേ അത് ശതമാനത്തിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് പലതും ലിപ്സ്റ്റിക്കിനകത്താണ് അടങ്ങിയിരിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് തന്നെ വയറ്റിലേക്ക് എത്തുന്ന തരത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഫേസ് ക്രീമുകളായിക്കോട്ടെ, അത്തരത്തിൽ പല പ്രോഡക്റ്റുകളും, ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള പല പ്രോഡക്റ്റുകളും വിപണി കീഴടക്കുന്നുണ്ട്. അത്തരത്തിൽ വരുന്ന പ്രോഡക്റ്റുകൾ പലതും ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത്. ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, സ്കിൻ ക്യാൻസർ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് സ്കിൻ ക്യാൻസറിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഈ പറയുമ്പോഴും ഈ സൺസ്ക്രീൻ അടക്കമുള്ളവ ഈ അടുത്ത കാലത്ത് വ്യാപകമായി വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. അത് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുമുണ്ട്, ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ എന്തൊക്കെ മൂലകൾ ഇതിനുണ്ട് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൂടെ ശ്രദ്ധിച്ച് വേണം ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്കൊരു സ്വയം ചിന്ത ഉണ്ടാകണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് ഹാനികരം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത കൂടി ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് ജിമ്മിലേക്ക് വരുമ്പോൾ ഈ ജിമ്മിൽ പോകുന്നത് നല്ലതാണ്, വർക്കൗട്ട് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ആരോഗ്യപരമായിരിക്കണം നമ്മുടെ ഭക്ഷണശീലങ്ങളും രീതികളും ഒക്കെ. അതൊരു ചെറിയൊരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി, താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടി, ശരീരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ സ്റ്റിറോയിഡ് മരുന്നുകൾ അടങ്ങിയ ഒരു പക്ഷേ നമ്മൾ അറിയാതെ ആയിരിക്കും ഇതൊക്കെ ഉപയോഗിക്കുക. ഇതിനകത്തെ കണ്ടന്റ് എന്താണ്, ലേബലിംഗ് നോക്കി ഒക്കെ ഉപയോഗിക്കേണ്ടതിന് പകരം ഇത് ലൂസായി കിട്ടുന്ന സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റിൽ കൃത്യമായി രേഖപ്പെടുത്താത്ത ചില പ്രോഡക്റ്റുകൾ ഉണ്ടാകാം. ഇതൊക്കെ പുറത്ത് പല പ്രോഡക്റ്റുകളും
ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൺസ്യൂം ചെയ്യേണ്ട പ്രൊഡക്റ്റുകളാണ്. അത് അല്ലാതെ ഡയറക്റ്റായി തന്നെ കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അത് നമുക്ക് എത്രയാണ് ശരീരഭാരം അതിനനുസരിച്ചൊക്കെ കൺസ്യൂം ചെയ്യേണ്ട പല പ്രൊഡക്റ്റുകളുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ജിം ഉടമസ്ഥരും അടക്കം ഇത് ജിമ്മിൽ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ആ വിൽപ്പന മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കൊപ്പം തന്നെ ഈ ജിം പ്രോഡക്റ്റുകളും വലിയ രീതിയിൽ തന്നെ ഗുരുതര പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. എന്തായാലും ഇതിനൊക്കെ തടയിടുക എന്നുള്ള രീതിയിലാണ് ഓപ്പറേഷൻ സൗന്ദര്യ മുൻപോട്ട് പോകുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യ പോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത നിരവധി പദ്ധതികളാണ് ആരോഗ്യവകുപ്പ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതികളൊക്കെ വരുമ്പോൾ ഈ അടുത്ത കാലത്ത് പിടിച്ചത് 55 ഷോപ്പോളമാണ് ഇത്തരത്തിൽ 55ഓളം പ്രോഡക്റ്റുകൾ നിർത്തലാക്കി എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്. അതിലൊക്കെ മെർക്കുറിയുടെ അളവ് കൂടുതലുണ്ട്. അടുത്ത കാലത്ത് വീണ്ടും ഈ ജിമ്മുകൾ കേന്ദ്രീകരിച്ചും ആരോഗ്യവകുപ്പിൻ്റെ ഡ്രഗ്സ് വിഭാഗം പരിശോധന നടത്തി വരികയാണ്. അവിടെ നിന്നും ഇത്തരത്തിൽ സ്റ്റിറോയിഡുകൾ അടങ്ങിയ മാരക അളവിലാണ് സ്റ്റിറോയിഡുകൾ ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെയും പരിശോധന വ്യാപകമായി നടക്കുകയാണ്. നമ്മൾ ഈ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു വ്യാപനം. ആ ഒരു തോത് ഒരു തരത്തിൽ പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊരു തടയിടേണ്ടതിൻ്റെ ആവശ്യകത എന്തായാലും ഉണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഗുരുതര പ്രശ്നങ്ങൾ നമുക്കിവിടെ എന്തായാലും ആരോഗ്യവകുപ്പ് കൃത്യമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് പലതും തടയിടാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ബാക്കി പലയിടങ്ങളിലും അത് സാധിക്കുന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. ആ തടയിടൽ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പൊതുജനങ്ങൾക്ക് എന്തായാലും ആരോഗ്യവകുപ്പ് അത്തരത്തിലൊരു ഓപ്പറേഷൻ സൗന്ദര്യവുമായി മുന്നോട്ട് തന്നെ പോകും. അതോടൊപ്പം നമ്മളും ജാഗരൂകരായിരിക്കുക എന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. പ്രഥമ പരിഗണന നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ആയിരിക്കണം.